അയാളുടെ ഫേസിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത്. ബസ്സിൽ വെച്ചിട്ട് ഒരു യുവതിയെ നോക്കിയിട്ട് ഒരു പുരുഷൻ, അത്യാവശ്യം വയസ്സൊക്കെ ഉണ്ട്, അയാൾ നഗ്നതാ പ്രദർശനം നടത്തി എന്ന പേരിലാണ് ഈ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ചെയ്തത് ചെറ്റത്തരം തന്നെയാണ്, നാറിയ പരിപാടിയാണ്. അവൻ്റെയൊക്കെ സൂക്കേട് ആ സമയത്ത് തന്നെ അങ്ങോട്ട് മാറ്റിക്കൊടുക്കണം. പക്ഷേ ഇത് ആസ്വദിക്കുന്ന ചില സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഇങ്ങനെ ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ചില സ്ത്രീകളുണ്ട്. എന്നിട്ട് ഞാനൊന്നും അറിയില്ലേ എന്ന രീതിയിലും മട്ടും ഭാവത്തിലും അങ്ങോട്ട് ഇരിക്കും. എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള നാറികളെയൊക്കെ അന്നേരം കൈകാര്യം ചെയ്യുക തന്നെ വേണം. പക്ഷെ ഞാൻ പറയുന്നത് ചില സ്ത്രീകളുണ്ട്, അവരുടെ വസ്ത്രധാരണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ബസ്സിൽ വെച്ചാണ്, നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന ആ വ്യക്തിയാണ് നഗ്നതാ പ്രദർശനം നടത്തിയത് എന്നാണ് പറയുന്നത്. അതായത് അയാളിരിക്കുന്നതിൻ്റെ നേരെ റൈറ്റ് സൈഡിലിരിക്കുന്ന യുവതിയെ നോക്കിയിട്ട് ആണ് അയാൾ കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഫേസിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്തരം ഞരമ്പ് രോഗികളെയൊക്കെ അപ്പം തന്നെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പ്രധാന ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നത് സ്വയംഭോഗം ചെയ്യുകയാണ് എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ആ യുവതി എന്ത് ചെയ്തു, മൊബൈൽ ഫോണിൽ സംഭവം റെക്കോർഡ് ചെയ്തു. തെളിവിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. എന്താലേ, പബ്ലിക് ബസ്സിൽ ഇത്രയും ആളുകൾ നോക്കി നിൽക്കുകയല്ല, ഇത്രയും ആളുകളൊക്കെ ഉള്ള ബസ്സിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ചൊക്കെ മാതിരി വൃത്തികെട്ട പരിപാടികൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല, ഇവനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്നറിയോ, എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്നല്ല. ചില സ്ത്രീകളുണ്ട് എന്നറിയോ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രധാരണ രീതിയിലായിരിക്കും ഇറങ്ങുക. പ്രധാന ഭാഗങ്ങളൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാക്കി, വെളിവാക്കേണ്ട ഭാഗങ്ങളൊക്കെ വെളിവാക്കിയിട്ട് നടക്കും. എന്നിട്ട് ഞാനെന്തോ ഒന്നും അറിയില്ല, അവനാണ് തെറ്റുകാരന് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നടക്കുക. പക്ഷെ പുരുഷന്മാരെ അത്തരം വസ്ത്രധാരണ നടത്തി പൊതുസ്ഥലത്ത് കൂടെ നടക്കുന്ന സമയത്ത് എല്ലാ പുരുഷന്മാരും നിങ്ങളുടെ നല്ല കണ്ണുകൊണ്ടല്ല കാണുക. ചില ആളുകളുണ്ട് ഇതേപോലെയുള്ളത്. അപ്പം ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
അത് 100% അവരുടെ തെറ്റുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉറപ്പിക്കാൻ പാടില്ല. കാരണം നിങ്ങളെ ഭാഗത്തും തെറ്റുണ്ട്. ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, എങ്ങനെ യാത്ര ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ ആരും കൈകടത്താൻ പോയിട്ടില്ല. പക്ഷേ പല ഭാഗങ്ങളും കാണിച്ചിട്ട് ഒരു പൊതുസ്ഥലത്ത് വഴി നടക്കുക, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുക, വ്യത്യസ്ത ടൈപ്പ് ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ചിലവർ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്ത് വെക്കണം, നല്ലതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ആരും ഇമാതിരി പരിപാടികൾ ചെയ്യാൻ സാധ്യതയില്ല. എനിവേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു കാണാം. ബൈ.